Good afternoon, sir. Vidya, afternoon, good sir. afternoon. Bismi, good Good afternoon. afternoon, sir. Adira, Jisha, Shilu, Suhaira, and Mubashira, good afternoon. Good afternoon, sir. Yes, Good afternoon, Jisha. sir. Yes, Shilu. നമ്മുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ വിദ്യ? അതെ സർ. ഉം. അടുത്ത മാസം മിക്കവാറും ഇതും കാണൂലായിരിക്കും. പറഞ്ഞു പേടിപ്പിക്കല്ലേ ഷിലു? ഇപ്പൊ ഇതെങ്കിലും ഉണ്ട്, പോകെ പോകെ ഇതുപോലും ഉണ്ടാവൂലെന്ന് പറയുന്നു. ഓക്കെ. ഈ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടത് ഓർക്കണ്ട? ഇല്ല, ഉണ്ടല്ലേ? അതിന്റെ അകത്ത് നെടുമുടി വേണുവിനെ കൊല്ലാൻ വന്നതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ ഒരു പേര് പറയുന്നു. അറിഞ്ഞു കഴിയുമ്പോ കൊല്ലുമ്പോ അധികം വേദനിപ്പിക്കാതെ കൊല്ലണേ എന്ന് പറഞ്ഞ പോലെ ശരി പറഞ്ഞത്. ഇപ്പൊ ഇതെങ്കിലും ഉണ്ട്. യെസ്, ഓക്കെ. എല്ലാം നല്ലതിനാന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം അല്ലേ ആതിര? Good afternoon, sir. യെസ്, സോജി, ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, sir. ഓക്കെ, കീർത്തി പി എസ്, ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon. രമ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, Good ആരാണ്? afternoon, sir. ഓക്കെ 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 ഓക്കെ. ആരാണ് പ്രയർ? യെസ്, പ്രയറിന്റെ ആള് വന്നിട്ടില്ല, ഉണ്ടാവില്ല അല്ലേ? യെസ്. അപ്പൊ നീന് വല്ലതും പറയാൻ പോയതാണോ? ഇല്ലേ? അല്ല സാറേ, അറിയാതെ ഓണായത്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Sir, thought of the day, parang sir. Sign in പറയട്ടെ സാർ. എന്നാ പറഞ്ഞോ. Good afternoon, everyone. Respected Job sir and my dear friends, a warm welcome to everyone who joined our class today. As we stand together as a group, let us remember one thing. Coming together is a beginning. Staying together is progress, and working together is success. Today, our group is ready to learn and share our thoughts confidently. Thank you all for joining the class. ഓക്കെ ഷിലു, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അല്ല, അച്ചടി ഭാഷയിൽ വ്യക്തവും കൃത്യവും സുവ്യക്തവുമായിട്ടാണ് ഷിലു പറഞ്ഞത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കീർത്തി പി എസ് എന്താ പറയാൻ പോയത്? Thought of the day, parang sir. യെസ്, പറഞ്ഞു കീർത്തി. Mistakes are proof that you are trying. Never hesitate to speak English just because you are afraid to making mistakes. Every mistake is a stepping stone to improving your communication skills. Thank you. ഓക്കെ 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 ഓക്കെ. പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ശ്രമിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അല്ലേ കീർത്തന? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നിങ്ങളുടെ ശനിയാഴ്ചത്തെ MT16ന്റെയും MT17ന്റെയും കോൺവക്കേഷൻ സെറിമണി അടിപൊളി ഡാൻസും പരിപാടികളൊക്കെ ആയിട്ടൊക്കെ അവര് തകർത്തിട്ടു. യെസ്, ഇനി 21ന്റെയും കൂടി കണ്ടിട്ട് വേണം അല്ലേ നീനു? നിങ്ങളുടെ പെർഫോമൻസും കീർത്തി യെസ് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ഓക്കെ, ഞങ്ങൾ കാത്തിരിക്കുവാണ് സാർ ആ ദിവസത്തിന് വേണ്ടി. ഓ വെരി ഗുഡ്. വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ അല്ലേ? ഓക്കെ, അപ്പോ ഞാന് ദ ഡേ ടു സീ യു ഡയറക്ട്ലി, നിങ്ങളെ നേരിൽ കാണാനുള്ള ഇപ്പൊ ഇങ്ങനെയുള്ള ഈ അറിവ് മാത്രമല്ലേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മളിങ്ങനെ
നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ലവ് ടു ബി സൈലന്റ്. ചിലപ്പോൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ അത് പറ്റൂല, കാരണം ഈ മൊബൈലൊക്കെ വളരെ പേര്. ലവ് ടു ബി സൈലന്റ്. നിശബ്ദമായ പ്രണയങ്ങളുണ്ട്. പണ്ട് കാലത്ത്, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഈ മൊബൈലൊക്കെ ഇല്ലാതിരുന്ന സമയത്ത് ആകെ വരുന്നത് ഒരു ക്രിസ്മസ് കാർഡോ ഒരു ന്യൂ ഇയർ കാർഡുമായി. അതാണ് ഈ സന്ദേശങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നതിൽ ചിലപ്പോ ചില സംഗതികൾ വരും. ഗസ് ഹു എന്ന് പറഞ്ഞു വരും. എന്നുവെച്ചാല് ആരാണ് എഴുതിയതെന്ന് ഊഹിക്കാമോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് വാചകങ്ങളുടെ ഘടനയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ അതൊരു ത്വരയായിരുന്നു. ഇപ്പോഴൊക്കെ മാറി, എന്റെ ആ രീതി തന്നെ വ്യത്യാസപ്പെട്ടു. യെസ്. അപ്പോ ചിലപ്പോഴും ചില നിശബ്ദമായ ഇഷ്ടങ്ങൾ ഉണ്ടാകും. യെസ്, ഇതൊക്കെ ഉണ്ടാവില്ലേ? എല്ലാം കൂടെ ഉണ്ടാവില്ല, അതിൽ കൂടെ കടന്നുകൊണ്ടുണ്ടാവില്ലേ? നിശബ്ദമായ ഇഷ്ടങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മളെന്തോ അവിടെ പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ ഇപ്പോ നിങ്ങളുടെയൊക്കെ ശബ്ദത്തിൽ നിന്നും നിങ്ങൾ പറയുന്ന ഉത്തരത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്കൊരു രൂപവും ഭാവവും തന്നിട്ടുണ്ട്. കാരണം ഞാൻ നിങ്ങളാരെയും കണ്ടിട്ടില്ല. എന്റെ ഒരുപക്ഷെ അന്ന് ഒരുപക്ഷെ വന്നിട്ട് വിദ്യ പറയുന്നുണ്ട്, ഞാനാണ് സാറേ വിദ്യ എന്ന് പറയുമ്പോ ചിലപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച രൂപവും വിദ്യയുടെ ഓരോ കമന്റുകളിൽ നിന്നും അല്ലെങ്കിൽ നീനുവിന്റെ ഓരോ ഞാൻ മനസ്സിൽ കണ്ട രൂപവും ഒരുപക്ഷെ റിയലായിട്ട് കാണുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. യെസ്, അങ്ങനെ വരാറുണ്ട്. യെസ്, അങ്ങനെ വരാറുണ്ട്. ഓക്കെ 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 വെരി ഗുഡ്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു സാറിന് ഞങ്ങളെ പേര് പറഞ്ഞാൽ മനസ്സിലാവോ ഇല്ലയോ എന്ന്. സാർ ഫുൾ നെയിം വിളിച്ചിട്ടല്ലേ ഞങ്ങളെ ക്ലാസ്സിൽ വിളിക്കൽ എപ്പോഴും? ആ, പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എനിക്ക് പിടിയിട്ടു. യെസ്, കാരണം ഞാൻ വന്ന ആ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് ചോദിച്ചല്ലേ, അനിത ഫ്രം കാസർഗോഡ്, ഹസീന ഫ്രം മലപ്പുറം, രഞ്ജിനി ഫ്രം തിരുവനന്തപുരം, സ്നേഹ അങ്കമാലി, യെസ്, ഷിലു തിരുവനന്തപുരം, ഇങ്ങനെയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാനിങ്ങനെ ഓരോന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. യെസ്, അതിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു രൂപവും ഭാവവും കൊടുക്കാറുണ്ട്. യെസ്, അറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾ പഠിക്കണം, 23-ഉള്ളവരൊക്കെ എനിക്ക് അറിയാൻ പറ്റും. യെസ്. പിന്നെ MTയിലെ പിള്ളേരെ അങ്ങനെ അറിയാൻ പറ്റും. പക്ഷേ HAയിലെ കുട്ടികൾ അങ്ങനെ അറിയാൻ പറ്റും. കാരണം HAക്കാർക്ക് ഇംഗ്ലീഷിന് എക്സാമിനേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ സീരിയസ്നെസ് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ പേരിൽ ആ ഒരു പ്രശ്നം അവർക്കുണ്ട്. എക്സാമിനേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ പഠിക്കുന്നത്. എക്സാമിനേഷൻ ഇല്ലാതെ ആകുമ്പോൾ അതിനോട് താല്പര്യമുള്ളവരുണ്ട്. യെസ്, ഇങ്ങനെ ഇന്ററാക്റ്റീവായിട്ട് സംസാരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ മാത്രം. യെസ്, അത് കുഴപ്പമില്ല. ഒക്കെ അറിയാം. പിന്നീട് ആതിരനൊക്കെ എനിക്കറിയാം, ആതിരാവി. യെസ്, ഓക്കെ. നിങ്ങൾ അന്ന് അവിടെ വരുമ്പോൾ ഞാൻ മെർലി, ഞാൻ രമ്യ എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഓർമ്മ വരില്ലേ? യെസ്, ഇന്ന ആളാണ്. ഓക്കെ. പിന്നെ ടീച്ചർമാരെയൊക്കെ നിങ്ങൾക്ക് അല്ലാണ്ട് ഒരു പ്രാവശ്യം കാണാനായിട്ട് അവസരമുണ്ടാവും. കാരണം അവിടെ പ്രാക്ടിക്കൽ വരുന്ന സമയത്ത് ടീച്ചർമാരെയൊക്കെ അവിടെ വരുമ്പോൾ ഒന്നുകൂടി ഡയറക്റ്റ് ആയിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യാനായിട്ടൊരു അവസരമുണ്ട്. അപ്പൊ ടീച്ചർമാരൊക്കെ നിങ്ങൾക്ക് യു ക്യാൻ സീ മോർ ദാൻ വൺ ടൈം. ഓക്കെ. യെസ്. അപ്പൊ ലെറ്റ് us come to a point. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ചായിരുന്നു. ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യും. ഇനിയിപ്പോ നമ്മൾ അടുത്ത യൂണിറ്റ് ആരംഭിക്കുകയാണ്. യൂണിറ്റ് നമ്പർ 10 ആരംഭിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രിപ്പോസിഷൻ. യൂണിറ്റ് നമ്പർ 10 പ്രിപ്പോസിഷൻ നമ്മൾ ആരംഭിക്കും. ഓക്കെ. അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം. യെസ്, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടു, ഇൻ, ഓൺ, ഔട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആ വേർഡിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുക. എന്നൊക്കെ പറഞ്ഞു വരൂലേ, അതിന് കോമൺ ആയിട്ടുള്ള ഒരർത്ഥമുണ്ട്. നമുക്ക് ആദ്യം ആ കോമൺ ആയ അർത്ഥങ്ങൾ നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറെ എക്സെപ്ഷൻസ് വരും. ചില വാക്കുകളുടെ കൂടെ ചില വാക്കുകളെ വരും, ചില വാക്കിന്റെ കൂടെ ചില പ്രിപ്പോസിഷൻ മാത്രമേ വരും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരും. അതനുസരിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ.
അതാണ് നമുക്ക് ഈ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന സംഗതിയിൽ നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് ഷിലു, ഓക്കെ അവിടെ ഉണ്ടല്ലോ, ഞാൻ വിളിച്ചോളാം, ആള് രംഗത്തുണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ഞാനൊരു ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്. ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കുന്നത് വിചാരിക്കും വെറുതെ. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ആരാണ് നിങ്ങളുടെ ഒരു റോൾ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയോ പ്രധാനമന്ത്രിയുടെ പേരോ പ്രസിഡന്റിന്റെ പേരോ അങ്ങനെയൊക്കെ പറയും. അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു റോൾ മോഡൽ. യെസ്, നിങ്ങൾക്ക് അനുകരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു റോൾ മോഡൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. യെസ്, അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ്, ഹൂ ഈസ് യുവർ റോൾ മോഡൽ? അപ്പൊ നിങ്ങൾക്ക് പറയാം മൈ ഡാഷ്, അല്ലെങ്കിൽ മൈ നൈബർ, മൈ ടീച്ചർ ഈസ് മൈ റോൾ മോഡൽ. വൈ? എന്തുകൊണ്ട്? എന്റെ സെന്റൻസിനെ കുറിച്ച് പറയും. മേ ബി യുവർ ഫാദർ, സോ മൈ ഫാദർ ഈസ് മൈ റോൾ മോഡൽ. ബിക്കോസ് പറയുന്ന കാര്യം നിങ്ങൾ പറയും. എന്തുകൊണ്ടാണ് യുവർ ഫാദർ ഈസ് യുവർ റോൾ മോഡൽ? യെസ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹൂ ഈസ് യുവർ റോൾ മോഡൽ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ, ഇന്റർവ്യൂ ചോദിച്ചാൽ നിങ്ങൾ ആ ആളെ കുറിച്ച് പറയണം. യെസ്, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു റോൾ മോഡലായിട്ട് ആദ്യം തോന്നിയൊരു വ്യക്തി നിങ്ങളുടെ മനസ്സിലാക്കുക, അയാളുടെ പേരൊന്നും അവിടെ എഴുതി വെച്ച്. യെസ്, എന്നിട്ട് എന്തുകൊണ്ടാണ് അത് റോൾ മോഡലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും? യെസ്, 2 വാചകം കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രൊപ്പോസിഷനിലോട്ട് പോവാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? ഇന്റർനാഷണൽ ആയ ഒരു ആളുകളെ വിളിക്കണ്ട, മൺമറഞ്ഞു പോയ ലോക പ്രശസ്തരായ ആളുകളൊന്നും നിങ്ങൾ വിളിക്കണ്ട. നമ്മൾ ചുറ്റുവട്ടം നടന്നു വെച്ചാൽ മതി. നമ്മളൊരു റോൾ മോഡൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് ഒരു ജീവിതത്തിൽ ഒരു തെറ്റും കുറ്റവും പറ്റിയിട്ടില്ല എന്നുള്ളതല്ല. ബട്ട് ചില ആളുകൾ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോകുന്ന കുറച്ച് ആൾക്കാർ, അതായത് നമ്മളോട് ചെറിയ ചെറിയ ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരില്ലേ? യെസ്, ഉണ്ടാവും ജീവിതത്തിൽ. നമ്മളോട് ചില വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോഴൊക്കെ മറന്ന് പിന്നെ വളരെ ഹാപ്പി. ഇനി നമ്മളോട് ഒരു ദ്രോഹവും ചെയ്യാത്ത നല്ല മനുഷ്യരുണ്ടാവും, പക്ഷെ നമുക്ക് അവരെ ഇഷ്ടമല്ല. അങ്ങനെയില്ലേ? യെസ്, അപ്പൊ രണ്ടും ഉണ്ടാവും. യെസ്, അപ്പൊ നമുക്ക് പറയാം ഫൈൻഡ് ഔട്ട് യുവർ റോൾ മോഡൽ. അപ്പൊ ഐശ്വര്യമായിട്ട് ഷിലു ആരംഭിക്കുന്നു. ഷിലു കഴിഞ്ഞാൽ സുഹൈറയിലേക്കും, അത് കഴിഞ്ഞാൽ ബിസ്മിയിലേക്കും, ജിഷയിലേക്കും, ആതിരയിലേക്കും ഞാൻ വരാം. അതുകൊണ്ട് റെഡി ആയിക്കൊള്ളുക. യെസ്, ഷിലു റെഡി ആകുമ്പോൾ പറഞ്ഞാൽ മതി. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? സാർ സത്യം പറഞ്ഞ എനിക്കിതൊരു റോൾ മോഡലായിട്ട് ആരെയും നോക്കിയിട്ടില്ല. യെസ്, ഓക്കെ ഓക്കെ. ഫോർ ദ ടൈം ബീയിങ് കഥയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ ഒന്ന് കണ്ടുപിടിക്കും. യെസ്, ഞാൻ തന്നെയാണ് റോൾ മോഡൽ. അത് എനിക്ക് കുഴപ്പമില്ല. ഐ ആം ദ ഫോളോവർ ഓഫ് മൈസെൽഫ് എന്ന് പറഞ്ഞ പോലെ ഐ ആം ദ റോൾ മോഡൽ. യെസ്, അങ്ങനെ പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് ഷിലുവിനെ തന്നെ റോൾ മോഡലായിട്ട് വിചാരിക്കുന്നത്? യെസ്, I am the role model of myself. അപ്പൊ ഒറ്റ മിനിറ്റ് ഷിലു, അത് വേണമെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തു. അപ്പൊ ഷിലുവിന് വേണമെങ്കിൽ പറയാം, ഞാൻ കടന്നു വന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്, അവിടെ ഒന്നും ഞാൻ തളർന്നില്ല. അപ്പോ ഐ ഫീൽ ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അപ്പൊ എനിക്ക് എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ല അഭിമാനം തോന്നുന്നുണ്ട്. ഐ ആം ദ റോൾ മോഡൽ. ഐ ആം ദ റോൾ മോഡൽ ടു മെനി പീപ്പിൾ. ഞാനാണ് മറ്റുള്ളവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഇതൊരു നല്ല ഇതല്ല. നമുക്കൊരു റോൾ മോഡൽ എന്ന് ചിന്തിക്കാവുന്ന ഒരാള്. യെസ്, നാളെ ഇതേ ചോദ്യം നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കുകയില്ല. യെസ്, ഹൂ ഈസ് യുവർ റോൾ മോഡൽ? അത് ഞാൻ ആലോചിക്കാവുന്നില്ല. മൈ മദർ എന്ന ഒരു ധൈര്യസമേതം പറയണമെങ്കിൽ യു ഷുഡ് ബി ദ റോൾ മോഡൽ ടു യുവർ ചിൽഡ്രൻ. യെസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവർ നമ്മളെ അല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട്. യെസ്, ഒരുപാട് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അവർ. യെസ്, ഓക്കെ ഷിലു പറഞ്ഞോളൂ.
ഷിനു കുറച്ച് ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതൊക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ആദ്യം ഷിനുവിന് പാസ് ചെയ്യുന്നത്. യെസ്, ഓക്കെ ഷിനു. I feel like I am proud of myself. That sometimes I feel I'm strong, യെസ്, but sometimes I'm weak യെസ്, and also short-tempered. But I overcome that, യെസ്, and also I'm very confident in myself, യെസ്, and also very punctual in all things. യെസ്, വെരി ഗുഡ്. I'm also active. I think so. I'm also active in all areas, യെസ്, and also feel very proud in each and every progress that I made in myself. യെസ്, That's also. യെസ്. ഓ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിനകത്ത് ഷിനു പറഞ്ഞൊരു കാര്യം, അതായത് ഐ ആം വെരി പങ്ക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഫുൾ A+ ഷിനുവിന് കൊടുക്കുന്നു. 1:26 ഞാൻ ഇവിടെ വന്നു പോയപ്പോൾ ഷിനു മാത്രമേ ഉള്ളൂ. യെസ്, അപ്പൊ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളവർ വരട്ടെ വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പൊ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഷിനു ആണ് ഞാൻ ആദ്യം കാണാറ്. അപ്പൊ ഈ പങ്ക്ച്വൽ എന്ന് പറഞ്ഞത് എന്റെ മുമ്പിൽ ലിവിങ് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതൊരു ആസ്വദിച്ച് ചെയ്യും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ വളരെ ആസ്വദിച്ചാണ് പഠിപ്പിക്കുന്നത്, എന്നാലും നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. യെസ്, എപ്പോഴും വാട്ട് എവർ വി ഡു അല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് അങ്ങനെ പറയും. അപ്പോൾ ദാറ്റ് വിൽ ബി വെരി ജോയ്ഫുൾ ടു യു. ഓക്കെ ഷിനു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ പറഞ്ഞോളൂ സുഖേറ. ഹു ഈസ് യുവർ റോൾ മോഡൽ? Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. My role model is my mother. She Yes, is very kind person. She works hard for our family. യെസ്, She teaches me good manners. I learn many good things from her. Praise the Lord, sir. very, 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 okay, 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 very good, very good, very good, very good. Yes, okay, you consider your mother as the role model. Okay, Bismi, for you, who is your role model? My mother is my role model. She is Yes. capable for handling everything in our house. Yes. She's a best cook also. Yes. She's doing her works very fastly and with perfection. Yes. She makes biryani very tastily. I don't like biryani from shops, but I like biryani she prepared. Yes. She is soft-hearted, and she's She is very. your inspiration. Okay, now Varun, you continue. എന്താ sir? She is your inspiration. പ്രചോദനമാണ്. Yes, sir. Yes. അത്രേ ഉള്ളൂ sir. Yes, very good, very good, very good. That is all about my role model. Okay, Bismi, very good, very good, very good. അപ്പൊ ബിസ്മി അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ കുറച്ചുകൂടി ആകൃഷ്ടയാണ് അല്ലെ? ആതിര, വിദ്യ, അഞ്ജു, നീനു, കീർത്തി, ഗട്ടടി, ഞാൻ വിളിച്ചോളാം. യെസ്, പറഞ്ഞോളൂ ജിഷ. Good afternoon, sir. Yes, good afternoon. My mother is my role model Yes. because she is very lovable and kind person. Yes. She lived for her children. Yes. She will correct my mistake. Yes. She will help me with whatever help I need. Yes. She is very good cooker. Yes. Thank you, sir. Okay, very good, very good, very good. Yes. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. ബിസ്മി അത് വിസ്തരിച്ച് ബിരിയാണിയിലോട്ട് വന്നെങ്കിലും കുക്ക് എന്ന് പറഞ്ഞു നിർത്തി. അപ്പൊ ജിഷയുടെ കുട്ടികൾ എത്ര വയസ്സൊക്കെ ആയിട്ടുണ്ട്?
ഒരാൾക്ക് 18, ഒരാൾക്ക് 14, ഒരാൾക്ക് മതി 7. 14, 18 വരെ. ഈ 14, 18 കുട്ടികളോട് ചോദിക്കുകയെന്ന് വിചാരിക്കും, ഉം. ഹു ഈസ് യുവർ റോൾ മോഡൽ എന്ന് ചോദിച്ചാൽ അവരെന്തായിരിക്കും മറുപടി പറയാന്ന് ജിഷ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? ചെറിയ കുട്ടികളാണെങ്കിൽ പറയില്ല, വലിയ കുട്ടികളാണെങ്കിൽ ഇപ്പൊ 14, 18 ചിന്തിക്കാനൊക്കെ പ്രായം വന്നു, അവരെന്ത് പറയും? അവര് വല്ല കളിക്കാരുടെ പേരൊക്കെ പറയും. യെസ്, വെറുതെ ഇത് വൈകുന്നേരം ഒന്ന് ചോദിച്ചു, ഹു ഈസ് യുവർ റോൾ മോഡൽ എന്ന് വളരെ ടച്ചിങ് ആയിട്ട് ചോദിച്ചു. യെസ്, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. സ്വയം ജിഷ വിലയിരുത്തുമ്പോ ജിഷയുടെ അമ്മയുടെ ഒപ്പം ജിഷ എത്തി എന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല. ഇല്ല, ഇനിയും അങ്ങോട്ട് ദൂരം പോകാനുണ്ട് അല്ലേ? ഉണ്ട്. അമ്മയിലേക്ക് എത്താനായിട്ട് ഇനിയും ദൂരമുണ്ട്. ഓക്കെ ജിഷ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അതില പറയൂ, ഹു ഈസ് യുവർ റോൾ മോഡൽ? Yes, sir. My mother and my father are my role model. My mother is very innocent, kind, and caring. My father is hardworking, honest, and supportive. They always encourage me to do my best. I am very lucky and proud to have such a wonderful parents. യെസ്, അപ്പോ അതിലെ ഒരു സ്റ്റെപ്പ് കൂടി കൂടി, ഫാദർ ആൻഡ് മദർ ബോത്ത് ആർ ദ റോൾ മോഡൽസ് ഓഫ് ആതിര. ഓക്കെ ആതിര, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വിദ്യ പറയൂ. My first heroes are my parents because they worked very hard and gave up many things to make me and my sister happy. I also look up to people who started with very little, worked hard through tough times, and became successful, just like some famous people we know. ചില സമയത്ത് എനിക്ക് ബീനാക്കണ്ണന്റെ പരസ്യം വരുമ്പോ അവരെ പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഇതുണ്ടാവും. ചില സമയത്ത് ചില ഫിലിമൊക്കെ കാണുമ്പോ അതിലെ അവരെ പോലെയൊക്കെ ആവാനായിട്ട് അങ്ങനെ പല ഇതും കാണുമ്പോ അങ്ങനെ പല റോൾ മോഡൽസും വരും മനസ്സിൽ. യെസ്, ഓക്കെ 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 ഓക്കെ, സ്വപ്നങ്ങളെ പുറകെ പോവുക വിദ്യ. യെസ്, ഡോണ്ട് വറി. ഓക്കെ 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 ഓക്കെ, പറയൂ അഞ്ചു. ഞാൻ ഇന്നലെ ഞാൻ പുതിയ HA ക്ലാസ്സിലെ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ ക്ലാസ് പുതിയ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോ ഒരു കുട്ടിയോട് ഇങ്ങനെ ക്ലാസ്സിലാണ് സംസാരിച്ചപ്പോ ഒരു കുട്ടി പറഞ്ഞു, മൈ ഹോബീസില് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് മീൻ ബൈ ദാറ്റ്, എന്താണ് അത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞു, അത് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ബാഗ് ഉണ്ടാക്കുന്നു, പിന്നെ ഈ മുടിയിലൊക്കെ ഇങ്ങനെ പെൺകുട്ടികളെ വെക്കുന്ന റാവ് പോലത്തെ സംഗതിയില്ലേ അതുണ്ടാക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒന്ന് ഷോ ചെയ്യാമോ എന്ന് ചോദിച്ചു, ബാക്കിയുള്ള കുട്ടികൾ കൂടി കാണാനാണ്. അപ്പൊ അത് വേഗം തന്നെ മൊബൈൽ എടുത്തിട്ട് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചു. അപ്പോ മൊബൈലിലൂടെ കാണിച്ചിരുന്നു. അപ്പൊ അത് പറഞ്ഞു, ഇത് വാങ്ങിക്കാനായിട്ട് ഇതിന്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 18 രൂപ 15 രൂപയ്ക്കുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ഓൺലൈനിൽ വിൽക്കുന്നത് 70 രൂപ 75 രൂപയ്ക്കൊക്കെയാണ്. യെസ്, അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഓഫീസോ ഒന്നുമില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോ August 15 അവർ സ്കൂളിലേക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ മോഡൽ, അതായത് ദേശീയ പതാകയുടെ നിറങ്ങൾ വരുന്ന രീതിയിലുള്ള സംഗതി കൊടുക്കുന്നതുകൊണ്ട് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ അത് പറയുന്നത് 15 രൂപ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ കിട്ടും. നമ്മളത് ശരിയാക്കി കൊടുക്കുമ്പോൾ 75 രൂപ. യെസ്, അപ്പൊ അത് കണ്ട് കഴിഞ്ഞപ്പോ കുറച്ച് പേർക്ക് പ്രചോദനമായിട്ടുണ്ട്. അവരപ്പം തന്നെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്, ഏതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ. യെസ്, അപ്പൊ നീനു പറയൂ. Sir, പറഞ്ഞോളൂ നീനു. my sister is my role model because ഒരു സിസ്റ്റർ ഉള്ളു, elder sister ആണ്. His name Needu. Because she is always very smiling face ആണ്, എപ്പോഴും നല്ല ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. That's the main reason. Then she is very loving and a caring person. Then she teaches me to good manners and hardworking, etc. That's qualities that I teach my ചേച്ചിയുടെ കണ്ടാണ് ഞാൻ എല്ലാം പഠിച്ചത്. And she's like a
മൈ ട്യൂഷൻ ടീച്ചറാണ് എൻ്റെ എന്നെ Yes. എല്ലാം പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാം എൻ്റെ ചേച്ചിയാണ്. സോ ഷീസ് ഓൾവേസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സോ മൈ റോൾ മോഡൽ മൈ സിസ്റ്റർ. ഇത്ര ഇതുള്ളൂ സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എത്ര നേരം അമ്മയിൽ നിന്ന് ഒരു എൽഡർ സിസ്റ്ററിലേക്ക് പോയി. മെർലി, സനീഷ, നസീഫ, രമ്യ, ഗെറ്റ് റെഡി. പറഞ്ഞോളൂ കീർത്തി പ്ലീസ്. Yes. Hello, sir. പറഞ്ഞോളൂ കീർത്തി. My father is my role model. What makes him special is that he never carries anger or ill feelings towards anyone. Even if he gets into a conflict with someone or if someone unnecessarily triggers an argument with him, he never holds a grudge or seeks revenge. Okay. That means your father is your role model. Okay? Yeah. Yes, അതെ ക്ലിയർ ആയില്ല ആ പേര് വന്നപ്പോ. ഓക്കെ വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ശബ്ദത്തിലൊരു പകർച്ച ഉണ്ടായിരുന്നു. ഓക്കെ. മെർലി പറയൂ. Good afternoon, sir. Yes, good afternoon. My role model is Ragini teacher. Ragini teacher. Yes. She is my class teacher. Yes. She is very kind and friendly. Yes. She is very intelligent. Yes. She is work hard. Yes. She also teacher me to be a good. They help us and learning new things. They motivate and inspire us to work. Yes. When a teacher is an important person, is very on one's life. Yes. When every student is equal to the in a class. Yes. അങ്ങനെ ആ ടീച്ചറിനെ വളരെയധികം ഇഷ്ടമാണ്. ടീച്ചറാണ് മെർലിയുടെ റോൾ മോഡൽ. രാഗിനി ടീച്ചർ അല്ലേ? അതെ സാർ, അതെ. രാഗിനി ടീച്ചറിന്റെ വീട് മെർലിയുടെ വീടിന്റെ അടുത്താണോ? ഇല്ല അടുത്തൊന്നും അല്ല. ടീച്ചറിന്റെ വീട് അങ്ങനെ ഏറ്റിങ്ങനെയാണ്, ഒരുപാട് ദൂരമുണ്ട്. അപ്പോ ഭാവിയില് മെർലി ടീച്ചർ ആവുമ്പോ മറ്റൊരു രാഗിനി ടീച്ചറായിട്ട് മാറും അല്ലേ? യുവർ റോൾ മോഡൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ സാർ. അങ്ങനെ അല്ലേ? വെരി ഗുഡ്. സനീഷ പറയൂ. My role model is my mother, sir. She is very brave and straightforward. She built a house by herself. Sometimes she is very sick, but she is very active woman. She never give up anything. She is very hardworking. She can handle any situation very calmly. Thank you, sir. Okay. So Sanisha is also considering her mother as the role model. Okay, Sanisha, very good. Nasifa, for you, who is your role model? Nasifa, very good. Remya, for you, who is your role model? My father is my role model. Yes. He is very kind and responsible person. Yes. He always support me in every situation. Yes. In problems in my life, I first call my acha. Yes. Okay. He is my strength. He teach me to be honest and respectful to others. Yes. He always said to me, be strong and never give up. Thank you, sir. Yes. Okay, very good. രമ്യയുടെ വാക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. രമ്യയുടെ അച്ഛനോടുള്ള ഇന്റിമസിയും ആ ഡെഡിക്കേഷനും വാക്കുകൾ മനസ്സിലാവുന്നുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കുറച്ചു പേർക്ക് ഷീനു പറഞ്ഞു ഞാൻ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. പിന്നെ കുറച്ചു പേർക്ക് അമ്മയായിരുന്നു, കുറച്ചു പേർക്ക് ഒരാൾക്ക് അമ്മയും അച്ഛനുമായിരുന്നു, വേറെ 1-2 പേർക്ക് അച്ഛൻ മാത്രമായിരുന്നു, വേറെ ഒരാൾക്ക് രാഗിനി ടീച്ചർ ആയിരുന്നു. യെസ്, വെരി ഗുഡ്. ഞാൻ വെറുതെയെങ്കിലും വിചാരിച്ചൂടെ ആരെങ്കിലും പറയുമ്പോൾ മൈ ഹസ്ബൻഡ് ഈസ് മൈ റോൾ മോഡൽ എന്ന് ഞാൻ വെറുതെ മനസ്സിലെ ഇങ്ങനെ ചിന്തിച്ചു.
പക്ഷെ ഇങ്ങനൊന്നും വന്നില്ല. ഞാൻ മനസ്സിൽ വെറുതെ ആലോചിച്ചു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്കിനി പ്രിപ്പോസിഷനിലേക്ക് മടങ്ങി വരാം. യെസ്, അപ്പൊ നമ്മൾ തുടങ്ങി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രിപ്പോസിഷന്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ ഹിന്ദിയിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന അതേ കാര്യങ്ങൾ ഹിന്ദിയിലേക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. ആകെ എനിക്കറിയാവുന്ന അന്ന് പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ തല്ലി പഠിപ്പിച്ചത് ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെയല്ലേ ലീലു പറയുന്നത്. യെസ്, വിഭക്തി പ്രത്യയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചത്. അതിന്റെ തന്നെ ഇംഗ്ലീഷാണ് നമ്മൾ ഇവിടെ പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ചിരിക്കുന്നത്. യെസ്, അപ്പൊ കോമൺ ആയിട്ടുള്ള നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്, ME, മീ. മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് വരാം. അപ്പൊ മീ മീൻസ് എന്നെ. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് ടു മീ. ടു മീ എന്ന് പറയുമ്പോൾ എനിക്ക്, എന്നോട് എന്ന് പറയുന്നത്. ആ മീ എന്നുള്ളതിന് പകരം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു യു, നിങ്ങൾക്ക്, നിങ്ങളോട്. ടു ദം, അവർക്ക്, അവരോട്. ടു അസ്, ഞങ്ങൾക്ക്, ഞങ്ങളോട്. കേട്ടോ? അപ്പൊ മീ എന്നുള്ളത് മാറ്റിയാൽ മതി. അപ്പൊ അതനുസരിച്ച് ആ വ്യത്യാസം വരും. ടു മീ എന്ന് പറയുമ്പോൾ എനിക്ക്, എന്നോട് എന്ന് പറയുന്ന അർത്ഥമാണ്. ഇനി അടുത്ത് നമുക്ക് പറയാം വിത്ത് മീ. വിത്ത് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ, എൻ്റെ ഒപ്പം. യെസ്, ഇതൊക്കെയാണ്. ഇപ്പൊ വിത്ത് യു എന്ന് പറയുമ്പോൾ നിന്റെ കൂടെ, നിന്റെ ഒപ്പം, അതേപോലെ വരും. ഓക്കെ, അപ്പൊ വിത്ത് മീ മീൻസ് എൻ്റെ ഒപ്പം. ഇനി അടുത്തതാണ് ബൈ മീ. ബൈ മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ. നമ്മൾ ബൈ എഴുതുന്നത് ഇപ്പൊ നമ്മൾ ഒരു ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞാൽ ബൈ മെർലി നെതുലെ, ബൈ സനീഷ നെതുലെ, ബൈ. എന്നാൽ ആ ഇൽ എന്ന് പറയുന്ന അക്ഷരം വരുന്ന സ്ഥലത്തൊക്കെയാണ് ബൈ എന്ന് പറയുന്നത് വരുന്നത്. യെസ്, അടുത്തത് ഫ്രം മീ. ഫ്രം എന്ന് പറഞ്ഞാല് ഫ്രം അഡ്രസ് എന്നൊക്കെ പറയാറില്ലേ. ഫ്രം, നിന്നും. ഫ്രം മീ, എന്നിൽ നിന്നും. ഫ്രം ദം, അവരിൽ നിന്നും. ഫ്രം യു, നിങ്ങളിൽ നിന്നും. അപ്പൊ ഫ്രം എന്നുള്ളത് ആ നിന്നും എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. ഇൻ മീ. ഇൻ മീ മീൻസ് എന്നിൽ. ഇൻ യു, നിങ്ങളിൽ. ഇൻ ദം, അവരിൽ. യെസ്, ഇൻ മീ, എന്നിൽ. അടുത്തത് വേറൊരു പ്രിപ്പോസിഷൻ ആണ് ഓൺ. ഓൺ. അപ്പൊ ഓൺ മീ. ഓൺ മീ മീൻസ് എന്റെ മേൽ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഓൺ മീ. ഓൺ മീ. പിന്നെ അടുത്തൊരു പ്രിപ്പോസിഷനാണ് അറ്റ്. അപ്പൊ അറ്റ് വെച്ച് പറയാം അറ്റ് മീ, എന്റെ നേരെ. അറ്റ് യു, നിന്റെ നേരെ. യെസ്, അറ്റ് മീ, എന്റെ നേരെ. അടുത്തൊരു പ്രിപ്പോസിഷനാണ് ഫോർ. FOR, ഫോർ. ഫോർ മീ, എനിക്ക് വേണ്ടി. ഫോർ യു, നിനക്ക് വേണ്ടി. ഫോർ അസ്, ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഫോർ മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി. അടുത്തതാണ് എബൌട്ട് മീ. എബൌട്ട് മീ, എന്നെ കുറിച്ച് അല്ലെങ്കിൽ എന്നെ പറ്റി. എബൌട്ട് മീ. യെസ്, ഇനി ആഫ്റ്റർ മീ, എനിക്ക് ശേഷം. ആഫ്റ്റർ യു, നിങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ. അടുത്തതാണ് വിത്തൗട്ട്. വിത്തൗട്ട് മീ, എന്നെ കൂടാതെ. എന്നെ കൂടാതെ. വിത്തൗട്ട് യു, നിങ്ങളെ കൂടാതെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കോമൺ ആയിട്ട് പറഞ്ഞ പ്രിപ്പോസിഷനാണ് ടു, വിത്ത്, ബൈ, ഫ്രം, ഇൻ, ഓൺ, അറ്റ്, ഫോർ, എബൌട്ട്, ആഫ്റ്റർ, വിത്തൗട്ട്. അപ്പൊ അതിന്റെ അർത്ഥമാണ് നമ്മളോട് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത് ഒരു കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. യെസ്, ഇത് കൂടാതെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് എക്സെപ്ഷൻസും പ്രത്യേകതകളൊക്കെ വേറെ വേറെ വരും. യെസ്, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. യെസ്, അങ്ങനെ കടക്കുന്നതിന് മുമ്പ് ജിഷ. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കോൾ, വിളിക്കുക അല്ലേ? CALL, കോൾ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നമ്മൾ ഓൺ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ പറഞ്ഞു, മുകളിൽ എന്ന് പറഞ്ഞു.
അപ്പൊ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? കോൾ ഓൺ എന്നെ വിളിക്കുക, അല്ല വിളിക്കുക, മുകളിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ മുകളിൽ നിന്ന് വിളിക്കുക എന്ന് പറയണോ? എന്ത് പറയും? എന്നെ വിളിക്കുക അല്ലെ, കോൾ ഓൺ അല്ലെ? കോൾ ഓൺ ആണ് ഓയിൽ. കോൾ കഴിഞ്ഞിട്ട് ഓൺ എന്ന് പറയുന്ന ഓയിൽ, ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. കോൾ ഓൺ. അപ്പൊ ഇവിടെ ഓക്കെ ഈശ, നമ്മൾ വിചാരിക്കും ഓൺ മുകളിൽ അല്ലെ, ഓൺ മീ നമ്മൾ എഴുതില്ലേ, എന്റെ മേൽ. അപ്പോ അങ്ങനെ ചിന്തിക്കും. പക്ഷെ കോൾ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ, വെർബിന്റെ കൂടെ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരുമ്പോ അതിന്റെ അർത്ഥം വിസിറ്റ് എന്നാണ്. വിസിറ്റ്, സന്ദർശിക്കുക എന്നാണ് കേട്ടാ. ഒരു വെർബിന്റെ കൂടെ ചില പ്രിപ്പോസിഷൻ വരുന്നു കഴിയുമ്പോൾ അതിന്റെ അർത്ഥത്തിൽ എന്ത് വരുന്നു? മാറ്റം വരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓൺ മീ പറഞ്ഞപ്പോ പറഞ്ഞ മേൽ, മുകളിൽ എന്നൊരു സംഗതി ഉണ്ടല്ല, അതിവിടെ വരുന്നില്ല. യെസ്, ഞാൻ ആദ്യം പറഞ്ഞത് മുഴുവനും കോമൺ ആയ കാര്യമാണ്, കോമൺ ആയിട്ട് വരുന്ന സംഗതികൾ മാത്രമാണ്, കോമൺ ആയ യൂസ്. പക്ഷെ അതിനകത്ത് ഒരുപാട് എക്സെപ്ഷൻസ് നമുക്ക് പോകെ പോകെ നോക്കാറുണ്ട്. അപ്പൊ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ്? വിസിറ്റ് എന്നാണ്. വിദ്യ, യെസ്, അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പ്രിപ്പോസിഷന്റെ അർത്ഥം എഴുതിയത് നേരെ എന്നാണ് അല്ലെ? അറ്റ് മീ, എന്റെ നേരെ. യെസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA ഡബിൾ അല്ല, കോൾ വിളിക്കുക, അറ്റ് CA അല്ലല്ലോ. CA ഡബിൾ അല്ല. കോൾ അറ്റ്. വിദ്യക്ക് തോന്നുന്നത് പറഞ്ഞോ? ഇപ്പൊ പറഞ്ഞ വിസിറ്റ് തന്നെയാണ്. വിസിറ്റ്, റൈറ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവിടെ നമ്മള് വിസിറ്റ്, ഓക്കെ രമ്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ എന്നുള്ള അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കരുത്. യെസ്, കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് ആണ്, കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസിറ്റ് ആണ്. അപ്പൊ നമ്മൾ സന്ദർശിക്കുന്നത് ഒരു പേഴ്സണെ ആണെങ്കിൽ, ഒരു ഇൻഡിവിജ്വലിനെ ആണെങ്കിൽ അവിടെ നമ്മൾ കോൾ ഓൺ എന്ന് പറയാം. ഐ കോൾഡ് ഓൺ ബിസ്മി, ബിസ്മി കോൾഡ് ഓൺ ചീഫ് മിനിസ്റ്റർ, അങ്ങനെ പറയാം. ഇനി നിങ്ങൾ സന്ദർശിക്കുന്നത് ഒരു സ്ഥലമാണെങ്കിൽ അവിടെ എന്ത് പറയണം? കോൾഡ് അറ്റ് അല്ലെ? കീർത്തി കോൾഡ് അറ്റ് താജ്മഹൽ, അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ആയ അർത്ഥം കൂടാതെ പ്രിപ്പോസിഷന് ആ സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ആർ യു ഓക്കെ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം പരിഗണിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. യെസ്, അറ്റ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു അറ്റ് നേരെ, അറ്റ് മീ എന്റെ നേരെ, അറ്റ് യു നിന്റെ നേരെ, അറ്റ് ദം അവരുടെ നേരെ. അത് കോമൺ ആയിട്ടുള്ള മീനിങ് ആണ്. അതുകൂടാതെ നമ്മൾ നോക്കി കഴിയുമ്പോൾ അറ്റ് ഈസ് യൂസ്ഡ്, ദ പ്രിപ്പോസിഷൻ അറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ പോയിന്റ് ഓഫ് ടൈം. ഒരു കൃത്യസമയം പറയില്ല, ആ സമയം പറയുന്നതിന്റെ എല്ലാത്തിന്റെയും മുന്നിൽ അറ്റുണ്ടാവും. I got up at 6 o'clock in the morning. അല്ല, at 6 o'clock. കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം ആണ് പറയുന്നത്. കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം. ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം പറഞ്ഞു കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും അവിടെ സമയത്തിന്റെ കൂടെ പോയിന്റ് ഓഫ് ടൈം പറയുന്നതിന്റെ കൂടെ എപ്പോഴും എന്തുണ്ടാവുന്നു? അറ്റുണ്ടാവും. യെസ്, സനീഷ, അറ്റ് വരുന്ന 2-3 സെന്റൻസ് സമയത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് പറഞ്ഞു. I visit the hospital at 11 a.m. Yes, at 11 a.m. Correct ആണ്, correct ആണ്. യെസ്, അപ്പൊ മനസ്സിലായല്ലോ. അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മറ്റൊന്ന് പറഞ്ഞ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കും, നേരത്തെ പറഞ്ഞത് കൂടാതെ. പിന്നെ അറ്റ് എന്ന് പറയുന്ന
സംഗതി ഒരു ഇപ്പൊ നമ്മളിപ്പോ ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റ് ഉപയോഗിക്കും. എങ്ങനെ? അറ്റ് ഡോൺ പ്രഭാതത്തിൽ, അറ്റ് നൂൺ ഉച്ചയ്ക്ക്, അറ്റ് സൺസെറ്റ്, അറ്റ് ഡസ്ക്, അറ്റ് നൈറ്റ്. അപ്പോ ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും സമയത്തെ കുറിച്ച്, ഏതെങ്കിലും ഒരു പ്രത്യേക പീരീഡിനെ കുറിച്ച് പറയുന്ന എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. മിഡ് നൈറ്റിന്റെ കൂടെ വരുന്നത് അറ്റ് തന്നെയാണ്. അറ്റ് മിഡ് നൈറ്റ്. യെസ്. പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സംഗതി, ഇപ്പൊ നമ്മളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു, ആ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനം, അറ്റ് ദ എൻഡ് ഓഫ് ദ ബുക്ക്, പുസ്തകത്തിന്റെ അവസാനം, അറ്റ് ദ എൻഡ് ഓഫ് ദി ബുക്ക്. യെസ്. അപ്പൊ അങ്ങനെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേക സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്തുപയോഗിക്കുന്നു? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞു, ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ടൈം. നൗ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഇൻ എ ഡേ, ഒരു ദിവസത്തിന്റെ ചില സമയങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു, അറ്റ് ഉപയോഗിക്കുന്നു. യെസ്, നമുക്ക് പറയാം, മൈ ഫ്രണ്ട് came to home at midnight. അർദ്ധരാത്രിയിലാണ് എൻ്റെ ഫ്രണ്ട് വീട്ടിലേക്ക് വന്നത്. അറ്റ് മിഡ് നൈറ്റ്. യെസ്. നീനൊരു എക്സാമ്പിൾ പറഞ്ഞേ. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സമയത്തിന്റെ അരികത്ത് വരുന്ന രീതിയിലുള്ള എക്സാമ്പിൾ പറഞ്ഞു. ഏതെങ്കിലും സ്ഥലം ഇങ്ങനെ പറഞ്ഞാൽ മതിയോ സാറേ? ഹി വാസ് ബോൺ അറ്റ് ചേർന്ന ഏതെങ്കിലും സെന്റൻസ് പറഞ്ഞാൽ മതി. പറഞ്ഞു. ഹി വാസ് ബോൺ അറ്റ് മുംബൈ. യെസ്. ഓക്കെ. എപ്പോഴും അവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. യെസ്. ആ മുംബൈയിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലം പറയില്ലേ, അവിടെ വരുമ്പോഴാണ് അറ്റ് പറയാവുള്ളൂ. ഇതിന് മുന്നിൽ എന്ത് ഉപയോഗിക്കണം? ഇൻ ബോംബെ. ഇപ്പോ നീന് ജനിച്ച നാട് എവിടെയാണ്? കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം കരുനാഗപ്പള്ളി. യെസ്. കരുനാഗപ്പള്ളി പ്രസിദ്ധമല്ല വിചാരിക്കും. അപ്പൊ നമുക്ക് പറയാം, ഐ വാസ് ബോൺ അറ്റ് കരുനാഗപ്പള്ളി ഇൻ കൊല്ലം. യെസ്. അപ്പൊ അത് ഫേമസ് ആയ സ്ഥലങ്ങൾ വരുമ്പോ, കുറച്ചുകൂടി വലുത് വരുമ്പോ അവിടെ എല്ലാവരും ഇന്നും, അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ സ്ഥലം വരുമ്പോ അവിടെ എല്ലാം അറ്റും വരും. ഓക്കെ. യെസ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഫെസ്റ്റിവൽ, ആ ഫെസ്റ്റിവലിന്റെ കൂടെ എല്ലായ്പ്പോഴും വരുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. നമ്മൾ പറയാറുണ്ട് അറ്റ് ദ ന്യൂ ഇയർ, അറ്റ് ദ ക്രിസ്മസ്, അറ്റ് റംസാൻ, അറ്റ് വിഷു. എല്ലാ ഫെസ്റ്റിവൽസിന്റെയും കൂടെ ഐ വിൽ കം ഹോം അറ്റ് വിഷു. വിഷുവിന് ഞാൻ വീട്ടിൽ വരും. ഇൻ വിഷു അല്ല, അറ്റ് വിഷു. അപ്പൊ ഫെസ്റ്റിവൽസിന്റെ കൂടെ വരുന്ന പേരെന്താണ്? വരുന്ന പ്രിപ്പോസിഷനാണ് അറ്റ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഒന്ന്, ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഫെസ്റ്റിവൽസ് വരുമ്പോൾ അതിന്റെ കൂടെ വരുന്നത് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. പിന്നെ വലിയൊരു സ്ഥലത്തിനെ ചെറിയൊരു സ്ഥലം സൂചിപ്പിക്കുമ്പോൾ അവിടെയും വരുന്നത് ഏതാണ്? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. ഇത് കൂടാതെയും മറ്റൊരു കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് നമ്മൾ ഇതിന് പുറകിൽ കുറച്ച് എക്സസൈസ് നമ്മൾ ചെയ്യും. അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. യെസ്. അറിയോ? ഞാനേ ഒരു പുസ്തകം ഉണ്ട് കേട്ടോ, ഒറ്റ മിനിറ്റ്.
Yes. സാറേ അതുപോലെ നമ്മള് ഗുഡ് ബാഡ് എന്നൊക്കെ പറയുന്നിടത്ത് അറ്റ് യൂസ് ചെയ്യത്തില്ലേ? Yes, നമുക്കത് അറ്റ് ഗുഡ് ഇൻ ഗുഡ് രണ്ടിന് രണ്ട് മോഡലാണ്. ഒന്ന് പെർഫോമൻസും ഒന്ന് ഒപ്പീനിയനും ആണ്. നമ്മൾ അത് മാത്രം വെച്ചിട്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എത്തും. നമ്മുടെ നിഘണ്ടുവിലൊക്കെ ഉണ്ട്. ഡോണ്ട് വറി. Yes. അപ്പൊ എക്സസൈസ് നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എനിക്ക് വിമല goes 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 dash school every morning dash 9 ഒന്നുകൂടി പറയാം. വിമല ഗോസ് ഡാഷ് സ്കൂൾ എവറി മോർണിംഗ് ഡാഷ് 9. നിങ്ങൾ പൂരിപ്പിച്ചു. വായിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രിപ്പോസിഷൻ. ചിലുവിനാണ് ടേൺ വന്നിരിക്കുന്നത്. എഴുതി കഴിയുമ്പോൾ പറഞ്ഞോ. സാർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? എന്റെ റേഞ്ച് കട്ടായി പോയായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, വിമല ഗോസ് GOES goes dash school every morning dash 9. എല്ലാവരും പൂരിപ്പിച്ചോട്ടെ. എന്നിട്ട് നമുക്ക് ശരി പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം. യെസ്, അതോട് ശരി. Vimala goes to school every morning at 9. Yes, correct answer. Okay, very good. അപ്പൊ നോക്കിയേ, വിമല ഗോസ് സ്കൂളിലേക്ക് നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് എഴുതിയില്ലേ, അവിടെ സംഗതി ഇവിടെ വന്നിട്ടുണ്ട്. അറ്റ് 9 എത്ര മണിക്കാണ് പോകുന്നത്? 9 മണിക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കുമ്പോൾ അത് വരുമെന്ന്. ഓക്കെ, അടുത്ത ചോദ്യം. ദ സീഡ്ലിങ്സ് SEEDLING സീഡ്ലിങ്സ് ഒരു ചെറിയ ചെടിയാണ്, കുറ്റിച്ചെടി. grew GREW dash a tree dash just just 3 years. ഓക്കെ, അവിടെ പൂരിപ്പിക്കണം. ബിസ്മിക്കാണ്. അപ്പൊ നമ്മൾ നേരത്തെ കോമൺ ആയിട്ട് പറഞ്ഞ പ്രിപ്പോസിഷൻ, അതായത് ടു, വിത്ത്, ബൈ, ഫ്രം, ഇൻ, ഓൺ, അറ്റ്, ഫോർ, അബൌട്ട്, ആഫ്റ്റർ, വിത്തൗട്ട്, അതിൽ ഏതെങ്കിലും അതിനൂടെ ഫില്ല് ചെയ്യാനായിട്ട് വരിക. അത് ഏതാണെന്ന് നോക്കിയിട്ട് ഫില്ല് ചെയ്തേക്കാം. യെസ്, അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല, വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. യെസ്, ബിസ്മിക്കാണ് ചാൻസ്. ഓരോരുത്തരും ഫില്ല് ചെയ്ത് വെച്ചേക്കാം. ഇത് നമുക്ക് റെഡിയാക്കാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. Okay. The seedling 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 grew GREW dash a tree
dash just 3 years. സാർ ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു ചേർക്കേണ്ടത്? എനിക്ക് ഇടയ്ക്ക് അങ്ങ് മിസ്സായി പോയിരുന്നു സാർ ക്ലാസ്സേ. Yes, എന്തൊക്കെയായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞ സംഗതികൾ, അതായത് ടു വിത്ത് ടിയോ 2, വിത്ത് ബൈ BY അല്ലേ? ഫ്രം ഇൻ ഓൺ അറ്റ് ഫോർ അബൌട്ട് after without into into ഇത് കുറച്ച് സ്ഥലം വിട്ടേരെ പുതിയ പ്രൊപ്പോസിഷൻ അനുസരിച്ച് നമുക്ക് അതിനോട് ചേർത്ത് നോക്കാം. ഒരു വരി വിട്ടിട്ട് വെച്ച്. ഓക്കെ സാർ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ചേർത്തായിരിക്കും ഇത് വരുന്നത് അല്ലേ? പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇത്രയും കുഴപ്പമുണ്ടാവില്ല. ഒരു 3 എണ്ണം ഉണ്ടാവും. ആ 3 എണ്ണം ഉടനെ സെലക്ട് ചെയ്താൽ മതി. യെസ്, ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് പുറത്ത് നിൽക്കണോണ്ടാണ് വിശാലമായിട്ട് തന്നെ. യെസ്, ബിസ്മി യുവർ ടേൺ, പറഞ്ഞോ. സാർ അതത്ര ഉറപ്പില്ല, പോകട്ടെ ബിസ്മി. അതായത് നോക്കിയേ, സീഡ്ലിംഗ് ഒരു ചെറിയ ചെടി, കുറ്റിച്ചെടി ഒരു മരത്തിലേക്ക് വളർന്നു, മരമായിട്ട് വളർന്നു. നോക്ക്, 3 വർഷത്തിനുള്ളിൽ 3 വർഷത്തിനുള്ളിൽ ഒരു ചെറിയ ചെടി വലിയൊരു മരമായി വളർന്നു. ഇത്രയുള്ള സംഗതി. The seedlings grew in a tree. ഇന്നല്ല, അവിടെ ഇൻറ്റു ആണ്. അതായത് ലേക്ക് എന്ന് പറയില്ലേ, ലേക്ക് ഇൻറ്റു യു, നിങ്ങളിലേക്ക്. അതായത് സീഡ്ലിംഗ് ഒരു മരത്തിലേക്ക് വളർന്നു, മരമായി വളർന്നു. ഇൻറ്റു ആണ് കറക്റ്റ്, INTO, ഇൻറ്റു ഇസ് കറക്റ്റ്. ഇനി അടുത്ത ഡാഷ് പൂരിപ്പിച്ച് അവിടെ എന്താ വെച്ചങ്ങനെ 3 വർഷത്തിന്റെ ഉള്ളിൽ എന്ന് വരുമ്പോൾ എന്ത് വരും? എബൌട്ട് എന്ന് വെച്ചാല് കുറിച്ച്, ഏതാണ്ട് 3. എബൌട്ട് 3 ഇയേഴ്സിനേക്കാൾ നല്ലത് ഇൻ 3 ഇയേഴ്സ്. ഇൻ 3 ഇയേഴ്സ് 3 വർഷത്തിൽ അല്ല, ഇൻ മീ, എന്നിൽ. ആ ഇൽ വരുന്നില്ലേ, അതിന് 3 വർഷത്തിൽ. യെസ്, ഇൻ 3 ഇയേഴ്സ്. ഓക്കെ, അടുത്തത് എത്തിക്കോ. Macbeth was written WRITTEN, written dash Shakespeare, 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 who was born BORN, born dash 1564, 1564. ഒന്നുകൂടി പറയാം. Macbeth was written dash Shakespeare, who was born dash 1564. പൂരിപ്പിച്ചു. യെസ്, ജിഷക്കാണ് ചാൻസ് കേട്ടാ. കൈബ പറഞ്ഞോളൂ ജിഷ. ഇതിന്റെ ആ പേരെന്നായിരുന്നു സാറേ ആദ്യം പറഞ്ഞ? മാർബർട്ട്. എന്തോ? മാർബർട്ട് എന്നാണ് പറഞ്ഞത് ആദ്യം. Macbeth. Macbeth was written by Shakespeare, who was born in 1564. വെരി ഗുഡ്, കറക്റ്റ് ആണ്.
അപ്പോ ഡാഷിന് 1 മാർക്ക് വെച്ച് വരുമ്പോ 2 മാർക്ക് ടീച്ചറുടെ കയ്യിലായി. ഓക്കെ, എന്തെങ്കിലും ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഇന്നാളെന്നല്ല എഴുതാറ്. ബൈ മാക്ബത്ത് ബുക്കിന്റെ പേരാണ്. വാസ് റിട്ടൺ ബൈ ബൈ ഷേക്സ്പിയർ ആണ് എഴുതിയത്. ഹു വാസ് ബോൺ ജനിച്ചത്. ജനിച്ച വർഷം പറയുമ്പോൾ വർഷം, സ്ഥലം ചെറുതാണെങ്കിൽ അവിടെ അറ്റാണ്, പക്ഷെ വർഷം പറയുമ്പോൾ എപ്പോഴും ഇന്ന വരും. അവിടെ വരുന്നത് ഇൻ 1564 1564 ജനിച്ച ഷേക്സ്പിയർ ആണ് ആ കൃതി എഴുതിയത്. ഓക്കെ, കുഴപ്പമില്ല അല്ലേ? നമുക്ക് പ്രപ്പോസിഷൻ കിട്ടുന്നതൊക്കെ ഉണ്ടല്ലോ. യെസ്, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ 3 ഡാഷിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമാവും. ഇതിപ്പോ വിശാലമായിട്ട് എടുക്കുകയാണ്, അവിടെ നിന്നാണ് നിങ്ങൾ എടുക്കുന്നത്. ഏതാണ് കറക്റ്റ് നോക്കിയിട്ട്. യെസ്, അറിയോ? ഓക്കെ, കുഴപ്പമില്ല അല്ലെ? യെസ്, അപ്പൊ ഇപ്പൊ സമയം നമ്മുടെ എത്തി നിൽക്കുന്നത് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. യെസ്, അപ്പൊ ക്ലോസ് ചെയ്യാണ്. ഞാൻ പറയാം സർ, സൈൻ ഔട്ട് പറയാം. ഓക്കെ, പറഞ്ഞോ. Respected Job sir and my dear friends, thank you all for participating in this class. Thank you Job sir for teaching us new lesson proposition. Thank you so much. Thank you all. Yes, thank you to you. Yes, thanks you. Thank you, okay. sir. Okay. We will Thank meet you, in the sir. next. Thank you, sir. Thank you, Thank you, sir. sir. Thank you, sir. Okay.